ഹലോ മക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ, പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ. അതിൻ്റെ അടുത്തൊരു സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേൺ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 2 ആണെന്നുള്ളത്. നമ്മുടെ ഈ എക്സാമിനെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പിരമിഡ്. എന്ത് ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ? വേർഡ് പിരമിഡ്. നമ്മൾ മാത്സിലെല്ലാം പഠിക്കുന്ന സാധാ പിരമിഡ് തന്നെ. ആ ഒരു പിരമിഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേർഡ്സ് ഫോം ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കുറേ കുട്ടികൾ എന്ത് ചെയ്യില്ല, അയ്യോ ഇതെങ്ങനെ ഫോം ചെയ്യുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനായിട്ട് ചെയ്യാതിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. നോക്കി, ഇങ്ങനൊരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. ഡെവലപ്പ് എ നൗൺ ഇൻ ടു എ നൗൺ ഫ്രേസ് ബൈ ആഡിങ് ഡിറ്റർമിനേഴ്സ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ബിഫോർ ദ ഹെഡ് നൗൺ എന്നിങ്ങനെ തന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു വേർഡ് എന്താ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നൗണ്? ഗേൾ. നമ്മൾ ആ ഗേളിനെ എങ്ങനെ മാറ്റി? ദ ഗേൾ. അതിനുശേഷം ദ സ്മോൾ ഗേൾ, ദ നോട്ടി സ്മോൾ ഗേൾ, ദ നോട്ടി സ്മോൾ ഗേൾ ഈസ് മൈ സിസ്റ്റർ എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സെൻറ്റൻസിനെ ഓരോ ഫോമിലോട്ടാക്കി മാറ്റി ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കിട്ടി. ഈ ഒരു സെൻറ്റൻസ് കിട്ടിയതിന് ശേഷം ഒരു പിരമിഡ്, ഒരു സ്കെയിലൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ടൊരു പിരമിഡും കൂടെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു വർക്കാണ് ടീച്ചർ. നമുക്ക് എങ്ങനെ ടീച്ചർ എന്നുള്ളത് എഴുതാൻ പറ്റും? ടീച്ചർ ആദ്യം ഗേൾ ആയിരുന്നപ്പോൾ ദ ഗേൾ എന്ന് എഴുതി. ടീച്ചർ ആകുമ്പോഴോ ടീച്ചർ, ദ ടീച്ചർ. ദ സ്മോൾ ഗേളിനെ നമുക്ക് പകരം എന്ത് എഴുതാം? ദ ഇൻ്റലിജൻറ്റ് ടീച്ചർ. അല്ലെങ്കിൽ എന്ത് എഴുതാം? ദ സ്മോൾ ഇൻ്റലിജൻറ്റ് ടീച്ചർ. നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് അതിനെ ചെയ്യുക എന്നുള്ളത്. നോക്കിയേ, നമ്മൾ എങ്ങനെ എഴുതി? ടീച്ചർ എന്നുള്ളതിനെ നമ്മൾ ദ ടീച്ചർ എന്ന് എഴുതി. അതിനുശേഷം എങ്ങനെ എഴുതി? ദ ടീച്ചർ എന്നുള്ളതിനെ മാറ്റി ദ എനർജറ്റിക് ടീച്ചർ, ദ ബ്രില്യൻറ്റ് എനർജറ്റിക് ടീച്ചർ. ദ ബ്രില്യൻറ്റ് എനർജറ്റിക് ടീച്ചർ ഈസ് മൈ സിസ്റ്റർ. നമ്മൾ ഇതേ കാര്യം തന്നെയല്ലേ മക്കളെ മോളിലും ചെയ്തിട്ടുള്ളത്? ഇതേ കാര്യം തന്നെയല്ലേ? ഗേൾ, ദ സ്മോൾ ഗേൾ, ദ നോട്ടി സ്മോൾ ഗേൾ, ദ നോട്ടി സ്മോൾ ഗേൾ ഈസ് മൈ സിസ്റ്റർ. അതിനെ എന്താക്കി? ടീച്ചർ, ദ എനർജറ്റിക് ടീച്ചർ, ദ ബ്രില്യൻറ്റ് എനർജറ്റിക് ടീച്ചർ, ദ ബ്രില്യൻറ്റ് എനർജറ്റിക് ടീച്ചർ ഈസ് മൈ സിസ്റ്റർ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരെണ്ണം നോക്കാം. ഓക്കെ, അടുത്തൊരെണ്ണം എന്താ? ബാഗ്. എന്താക്കാം? ബാഗ്. ബാഗ്. ദ സ്മോൾ ബാഗ്, ദ ബ്യൂട്ടിഫുൾ സ്മോൾ ബാഗ്. ദ ബ്യൂട്ടിഫുൾ സ്മോൾ ബാഗ് ഈസ് മൈൻ. എന്താ ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേതാണ്. നമ്മൾ എങ്ങനെ മാറ്റി? ബാഗാക്കി, ദ ബാഗാക്കി, ദ സ്മോൾ ബാഗാക്കി, ദ ബ്യൂട്ടിഫുൾ സ്മോൾ ബാഗാക്കി. ദ ബ്യൂട്ടിഫുൾ സ്മോൾ ബാഗ് ഈസ് മൈൻ. അപ്പോൾ നമുക്കുള്ളത് നൗ കൺസ്ട്രക്ട് എ പിരമിഡ് യൂസിങ് ദ വേർഡ് ഹൗസ്. ഹൗസ് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഹൗസിന് ചെയ്യാം? ഹൗസ്, ദ സ്മോൾ ഹൗസ് എന്നുള്ളത് എന്ത് ചെയ്യാം? ദ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഓൺ ദ റോഡ് സൈഡ്, അല്ലെങ്കിൽ ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഇൻ ദ ടൗൺ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റും. നമ്മൾ എന്താക്കി? ഹൗസ്, ദ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഇൻ ദ ടൗൺ. ഇത്രയും എഴുതി ഈ ഒരു പിരമിഡ് കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നമ്മുടെ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 മാർക്കും എന്ത് ചെയ്തു? കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എക്സാമിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് വരാം. സോ താങ്ക് യു ഓൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.